ഹദ്ദാദിനിരിക്കുന്നത് ഏതെങ്കിലും വൃദ്ധരായി നടക്കാൻ പറ്റാത്ത വയസ്സായ ആളുകളോ അല്പം ചില മുതഅല്ലിമീങ്ങളോ അല്പം ചില നാട്ടിലെ പാവങ്ങളല്ലാതെ എവിടെയാണ് മുതലാളിമാരെ ഹദ്ദാദിന്റെ സദസ്സിൽ കാണുന്നത്? എവിടെയാണ് ചെറുപ്പക്കാരെ ഹദ്ദാദിന്റെ സദസ്സിൽ കാണുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്പത്തുണ്ട്, എന്റെ ജോലി ഉഷാറാണ്, നല്ല ഗൾഫിൽ ഒരുപാട് അഭായന്റെ ഷോപ്പുണ്ട്, ജ്വല്ലറി ഉണ്ട്, പിന്നെ ഹോട്ടലുണ്ട്, എന്ത് ഹദ്ദാദ്? പിന്നെ ഞാൻ നിസ്കരിച്ചു പോയില്ല, അതൊന്നൊരു വിഷയമല്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. അതല്ല ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. പറഞ്ഞല്ലോ, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യേണ്ടവൻ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടപ്പെടുന്നവനും അവൻ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും അല്ലാഹു സമ്പത്ത് നൽകും. സമ്പത്ത് ആർക്കും ലഭിക്കാം. എന്റെ ലോകത്തുള്ള മുതലാളിമാരൊക്കെ മുസ്ലിങ്ങളാണോ? ആണോ? ലോകത്തിന്റെ മുതലാളിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആരുണ്ടാവില്ല. യൂസുഫ് അലി വരെ വേൾഡില് മുതലാളിമാരുടെ ലിസ്റ്റിൽ 10 എണ്ണത്തിലൊന്നും പെടുന്നില്ല. മുസ്ലിങ്ങളാണ്. ബിൽ ഗേറ്റ്സ്, കാർലോസ് സ്ലിം, ബാനീസ്, ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടപ്പെട്ടവനും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും. വലാകിൻ യുഅ്തിദ്ദീന, ദീൻ നൽകുന്നത് അല്ലാഹു ദീൻ നൽകുന്നത് ലിമൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ദീൻ നൽകുകയുള്ളൂ. സമ്പത്ത് ലഭിക്കുമ്പോൾ നിങ്ങൾ കരുതണ്ട ഞാൻ അല്ലാഹുവിന്റെ സ്വന്തക്കാരനാണെന്ന്. മനോഹരമായ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർന്ന് പന്തലിക്കുമ്പോൾ നിങ്ങൾ കരുതണ്ട ഞാൻ അല്ലാഹുവിന്റെ സ്വന്തക്കാരനാണെന്ന്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും കൊടുക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവനും കൊടുക്കുന്നുണ്ട്. ഒരു ദീനിയായി ജീവിക്കാൻ ഇൽമിന്റെ സദസ്സിലേക്ക് താല്പര്യത്തോടെ കടന്നു വന്ന് വഅദ് കേൾക്കാൻ നിങ്ങൾക്ക് സന്മനസ് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ, ഞാൻ അല്ലാഹുവിന്റെ സ്വന്തക്കാരനാണെന്ന്. ദീൻ എവിടെ? ദീൻ നിസ്കരിക്കാൻ, ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകാനുള്ള സന്മനസ് നിനക്കുണ്ടോ? മക്കളുടെ കൈയും പിടിച്ച് നിസ്കാരത്തിന്റെ മുസല്ലയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? യു ക്യാൻ പ്രൗഡ്, നിനക്ക് അഭിമാനിക്കാം, നീ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണെന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഇന്ന സാബതുഹു ലറാഉ സബറാ. മുഅ്മിനെന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ പേമാരി, പരീക്ഷണങ്ങളുടെ നടുക്കടലിൽ ജീവിക്കേണ്ടി വന്നാലും അവൻ തളരുകയില്ല, അവൻ വിഷമിക്കുകയില്ല. സബറ അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറയും. എന്റെ കൂടെ 12 കൊല്ലം മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചു ഉദവിയായി പുറത്തിറങ്ങിയ എന്റെ ഒരു സുഹൃത്തിന്റെ കുട്ടി ഇന്ന് മരിക്കുകയുണ്ടായി. 6 മാസം പ്രായമുള്ള കുട്ടിയാണ്. എന്റെ കൂടെ ഒന്നിച്ച് കല്യാണം കഴിഞ്ഞ ഒരാളാണ്. നമ്മള് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ല എന്നൊരു വിഷമമായിരുന്നു. കുട്ടി 1 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായിട്ടില്ല എന്നൊരു വിഷമമായിരുന്നു. ആ ഒരു വിഷമം കുട്ടി ഉണ്ടായി, കുട്ടി മരിക്കുമ്പോ നമ്മൾ കരുതാണ്, പഠിച്ചോനെ കുട്ടി ഉണ്ടായിട്ട് കുട്ടി മരിച്ചു പോയാലുള്ള വിഷമം എത്ര ആയിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ വിഷമം ഒരു വിഷമല്ല. മനസ്സിലായി? നമ്മളെന്നും മുകളിലേക്ക് നോക്കാതെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പമ്പ കിടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആ സഹോദരന് സന്തോഷം നൽകട്ടെ, അല്ലാഹു ആ സഹോദരന് സന്തോഷം നൽകട്ടെ, അല്ലാഹു ആ സഹോദരന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് സ്വാലിഹീങ്ങളായ സന്താനം അല്ലാഹു പകരം നൽകട്ടെ. ഈ മകൻ നാളെ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മകളാക്കി അല്ലാഹു മാറ്റട്ടെ. അങ്ങനെ മരിച്ചുപോയ ആളുകളൊക്കെ ഉണ്ടാകും, അവർക്ക് ഓഫർ ഉണ്ടല്ലോ അല്ലേ? അല്ലാഹു ചോദിക്കും, ഖബൽതും സമറത ഫുആദി, അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത്? റൂഹ് പിടിച്ചത് അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ എന്ന് മലക്കുകളോട് അല്ലാഹു ചോദിക്കുമ്പോ അവര് പറയുന്നു, അതേ റബ്ബേ, നഅം യാ അല്ലാഹ്,
അപ്പോഴാണ് അല്ലാഹു പറയുന്നത് ഫമാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് ചെയ്തത്? അപ്പോഴാണ് മലായികകൾ പറയുന്നത് ഇസ്തർജഅ, അവൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നീ തന്ന സന്താനത്തെ നീ തന്നെ തിരിച്ചെടുത്തല്ലോ, നിന്റെ ഖളാ ആണല്ലോ എന്നാണ് നിന്റെ അടിമ പറഞ്ഞത്. അങ്ങനെയാണോ എന്റെ അടിമ പറഞ്ഞത്? എന്നാൽ ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ ഒരു കൊട്ടാരം പണിയണമെന്നും ഫസമ്മൂഹു ബൈതൽ ഹംദി, സ്തുതിയുടെ സ്തോത്രങ്ങളുടെ വീട് എന്ന ഒരു നാമം ആ വീടിന് വെക്കുകയും ചെയ്യണമെന്ന് മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും, മുഅ്മിനീങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആഗ് ഹേ നമ്രൂദ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ, എവിടെയാണോ തീക്കുണ്ടാരങ്ങൾ ഉള്ളത് അവിടെ നമ്രൂദ് ഉണ്ടാകും. നമ്രൂദിനെ പോലെയുള്ള ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് പോലെ നമ്രൂദിന്റെ മക്കൾ ഇബ്രാഹിം നബിയുടെ മക്കളെയും തീയിലേക്ക് വലിച്ചെറിയും. ധൈര്യത്തോടെ നെഞ്ചുറപ്പോടെ തീയിലേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യമാണ് വേണ്ടത്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരീക്ഷണത്തിന്റെ നടുക്കടലിലാണ് ജീവിക്കേണ്ടവർ. തീയുണ്ടോ അവിടെ നമ്രൂദ് ഉണ്ടാകും, നമ്രൂദുണ്ടോ അവിടെ ഇബ്രാഹിമിന്റെ മക്കളും ഉണ്ടാവണം. പരീക്ഷണങ്ങളിലേ ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ഇന്ന സ്വബതുഹു ലറാഉ സബറ, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായാൽ ക്ഷമിക്കേണ്ടവനാണവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനല്ലേ എന്ന് പറയേണ്ടവനാണ് മുഅ്മിൻ. ഇങ്ങനെ ജീവിക്കുന്ന മുഅ്മിൻ അവന് പ്രതിഫലം മാത്രമാണുള്ളത്. അവ പ്രയാസം ഉണ്ടായി, അവൻ ക്ഷമിച്ചു, അതിനും പ്രതിഫലമാണ്. സന്തോഷമുണ്ടായി, വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടായി, അപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞു, അതിനും പ്രതിഫലമാണ്. ചുരുക്കി പറഞ്ഞാൽ അവന്റെ മരണം വരെ അവന് പ്രതിഫലങ്ങൾ മാത്രമേ ലഭിക്കാനുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊന്നു മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ജീവിക്കാൻ നമ്മൾക്ക് പറ്റുമോ? ഒരു മനുഷ്യന്റെ ജീവിതം രണ്ട് ധ്രുവങ്ങളിലാണ്, രണ്ട് ഘട്ടമാണ്, അല്ലെങ്കിൽ രണ്ട് സ്വഭാവമാണ്. ഒരു മനുഷ്യൻ രണ്ടാലൊരു സ്വഭാവമല്ലാതെ ലോകത്തൊരു മനുഷ്യനും ജീവിക്കാൻ പറ്റൂല. ഒന്നുകിൽ സന്തോഷമാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്. സന്തോഷിക്കുന്നവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അവന് പറ്റണം, നന്മ ചെയ്യാൻ അവന് പറ്റണം, നിസ്കരിക്കാനും ശുക്ർ ചെയ്യാനും അവന് പറ്റണം, അവന് പ്രതിഫലമാണ്. എന്നാ ദുഃഖിക്കുന്ന ആളോ, സന്തോഷമില്ലാതെ പ്രയാസപ്പെടുന്ന ആളോ, അവന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അവനും പറ്റണം. അപ്പോ അവന്റെ സന്തോഷഘട്ടങ്ങളിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോഴും അല്ലാഹു പ്രതിഫലം കൊടുത്തു. ദുഃഖ സമയങ്ങളിൽ, ദുഃഖസാന്ദ്രമായി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാനും അവൻ തയ്യാറായി, അപ്പോഴും അവന് പ്രതിഫലം. ചുരുക്കി പറഞ്ഞാൽ ഫ്രം ബർത്ത് ടു അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവന് പ്രതിഫലമേ ലഭിക്കാനുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് മുഅ്മിൻ. ഒന്നുകിൽ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നിഗ്രഹമാണ്. ഒന്നുകിൽ സന്തോഷമാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്. പക്ഷേ എവിടെയും അവന് പ്രതിഫലം മാത്രമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്. അല്ലാഹ് മനുഷ്യന്മാർക്ക് ശുക്ർ ചെയ്യാത്തവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യാത്തവനെ പോലെ തന്നെയാണ്. ഒരു വെള്ളെടുത്ത് തന്നു, ജസാക്കല്ലാഹു ഖൈർ എന്ന് പറയാൻ ഒരു മുസ്ലിമിന് പറ്റണം. ഒരു കസേര എടുത്ത് തന്നു, ജസാക്കല്ലാഹു ഖൈർ, അല്ലാഹു നിനക്ക് ഖൈർ ചെയ്യട്ടെ. ഇത് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിഷയങ്ങളാണിത്. താങ്ക് യു എന്ന് പറയുമ്പോ അതിനേക്കാളും ബെറ്റർ ഒരു മുസ്ലിം പറയേണ്ടത് ജസാക്കല്ലാഹ്, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് നന്ദി, അല്ലെ? താങ്ക്സ്, നന്ദി. പക്ഷേ അത് നമ്മൾ മാറ്റി ജസാക്കല്ലാഹ് അല്ലെങ്കിൽ ജസാക്കില്ല. പെണ്ണാണെങ്കിൽ അല്ലാഹു നിനക്ക് നന്ദി ചെയ്യട്ടെ, അല്ലാഹു നിനക്ക് ഖൈർ ചെയ്യട്ടെ, ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറയാൻ നമ്മൾക്ക് പറ്റിയാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യണം, അതേപോലെ പടച്ച റബ്ബിനും നന്ദി ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നന്ദിയുടെ ഭാഗമാണ് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും.
रगों में वो लहो बाकी नहीं है, दिल व आरज़ू बाकी नहीं है, नमाज रोजा व कुर्बानी व हज ये सब बाकी है, तू बाकी नहीं है. സ്വഹാബാക്കൾക്കോ അല്ലാഹുവിന്റെ ഹബീബിനോ ഉണ്ടായിരുന്ന ആവേശം ഇന്നത്തെ സമൂഹങ്ങൾക്കില്ല. അവരുടെ നരമ്പുകളിലൂടെ ഒഴുകിയിരുന്ന രക്തമല്ല ഇന്നത്തെ മുസ്ലിമിന്റെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ദീനിയായിട്ടുള്ള ആവേശം ഇന്നത്തെ മുസ്ലിമീങ്ങൾക്കില്ല. ബാക്കി നഹീ ഹൈ, ദിൽ വ ആർസൂ ബാക്കി നഹീ ഹൈ. ആ പണ്ടത്തെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതമോ അവരുടെ ആഗ്രഹമോ അവരുടെ പ്രവർത്തനങ്ങളോ അവരുടെ ദീനിനോടുള്ള താല്പര്യങ്ങളോ ഇന്നത്തെ സമൂഹത്തിനില്ല. നമാസ് റോസ വ ഖുർബാനി വ ഹജ്ജ്, നമ്മുടെ നിസ്കാരങ്ങൾ ബാക്കിയാണ്, നമ്മുടെ നോമ്പുകളും ബാക്കിയാണ്, നമ്മുടെ ഹജ്ജും ബാക്കിയാണ്, സകാത്തും ബാക്കിയാണ്, സ്വതക്കകളും ബാക്കിയാണ്. പക്ഷേ യസബ് ബാക്കി ഹൈ, തൂ ബാക്കി നഹീ ഹൈ. പൊന്നുമോനെ, എല്ലാം ബാക്കിയാണ്, പക്ഷേ നീ മാത്രം ബാക്കിയല്ല. നീ മരിക്കേണ്ടവനാണ്, നീ ബാക്കിയല്ല. നിന്റെ എത്രയോ നിസ്കാരങ്ങൾ നിനക്ക് നഷ്ടപ്പെടുന്നുണ്ട്, എത്രയോ നോമ്പുകൾ പെൺകുട്ടികൾ ഖലാ വീട്ടാനുണ്ട്. പടച്ചോനെ, 3 വർഷത്തെ നോമ്പൊക്കെ ഖലാ വീട്ടാനുണ്ട് എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ. പടച്ചോനെ, ഇതൊക്കെ ഖലാ വീട്ടാതെ മരിച്ചു പോയാൽ എന്ത് മറുപടിയാ പടച്ച റബ്ബിനോട് പറയാ? സഹോദരിമാർ, കാര്യം ഗൗരവമാണ്. എത്രയെത്ര നോമ്പുകൾ അല്ലാഹു എക്സ്ക്യൂസ് നൽകി. ആ എക്സ്ക്യൂസ്, ഇളവ് നമ്മൾ ഉപയോഗിച്ച് അടുത്ത റമളാനിന് മുമ്പ് ഒരു 7 നോമ്പ്, 330 ദിവസത്തിൽ ഒരു 7 നോമ്പ് പൊന്നുമോളെ നീ ഒന്ന് നോക്കി തീർക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പെണ്ണിന് പറ്റുന്നില്ല. എന്നാ പിന്നെ അതേ പെണ്ണ് ഡൈറ്റിങ്ങിലാണ്, അതേ പെണ്ണ് നാസ്ത കഴിക്കാറില്ല, അതേ പെണ്ണ് ഭക്ഷണം കഴിക്കാറില്ല. എന്റെ തടി ഒന്ന് ഫാറ്റി ബോഡി ആകുമോ, അല്ലെങ്കിൽ ഞാനൊന്ന് തടിച്ചു കൊഴുത്തു വരുമോ എന്നെ ആളുകൾ നോക്കില്ലേ, ആളുകൾ എന്നെ ശ്രദ്ധിക്കില്ലേ, എന്റെ സ്ലിം ബ്യൂട്ടി നഷ്ടപ്പെടുമോ എന്നൊക്കെ പെണ്ണ് ബാക്കാണ്. ആ പെണ്ണിനെ ഒരു ചപ്പാത്തി കഴിക്കുന്ന പെണ്ണത് കഴിക്കാതിരുന്ന നോമ്പായില്ലേ? ഒരു ചപ്പാത്തി രാവിലെ, ചിലപ്പോ രാവിലെ കഴിക്കില്ല, ഉച്ചയ്ക്കും കഴിക്കില്ല, രാത്രി കഴിക്കില്ല, ഒരു വെള്ളമൊക്കെ കുടിച്ച് ജീവിക്കുന്ന ആളാണ്. പക്ഷേ നോമ്പ് ബാക്കിയാ. നമാസ് റോസ വ ഖുർബാനി വ ഹജ്ജ്, എത്രയെത്ര നിസ്കാരങ്ങൾ ബാക്കിയുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ളുഹർ നിസ്കാരം നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. നിന്റെ നിസ്കാരങ്ങൾ നിന്റെ പ്രായപൂർത്തിയെത്തിയത് മുതൽ അല്ലാഹു കണക്കാക്കാൻ തുടങ്ങി. അന്നു മുതലൊക്കെ കണക്കാക്കാൻ. ഒന്ന് നഷ്ടപ്പെട്ടപ്പോ അതൊക്കെ ബാക്കിയാണ് അവിടെ. ഇതൊക്കെ നഷ്ടപ്പെട്ട് ഖലാ വിട്ടാതെ പൊന്നുമോനെ മരിച്ചു പോവല്ല. അപ്പൊ എന്താണ് ഇതിന് വഴി? എന്താ? എല്ലാ നിസ്കാരത്തിന്റെ കൂടെ, സുബഹി നിസ്കാരത്തിന്റെ കൂടെ ഒരു സുബഹി നിസ്കാരം നീ ഖലാ വീട്ടണം. ളുഹറിന്റെ കൂടെ മറ്റൊരു ളുഹർ ഖലാ വീട്ടുക, അസ്റിന്റെ കൂടെ മറ്റൊരു അസ്ർ ഖലാ വീട്ടണം. എത്ര നിസ്കാരമാണ് നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കണക്ക് തീരുന്നത് വരെ ഒരുപക്ഷെ വർഷങ്ങൾ എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, അല്ലാഹുവിന്റെ മഹ്ശറയിലുള്ള ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇതല്ലാതെ വേറെ എന്താണ് വഴിയുള്ളത്? അല്ലാഹുവിനോട് ദുആ ചെയ്തേക്ക്. അല്ലാഹു പൊറുക്കുന്നവനാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളും നഷ്ടപ്പെട്ടു പോയ ബാധ്യതകളും അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. അപ്പൊ യസബ് ബാക്കി ഹൈ, തൂ ബാക്കി നഹീ. നിന്റെ എല്ലാം ബാക്കിയാണ്. പൊന്നുമോനെ, പൊന്നുമോളെ, നീ ബാക്കിയല്ല, നീ മരിച്ചു പോകേണ്ടവളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് 3 കാര്യം ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. നിങ്ങൾ അത്ഭുതപ്പെടും, പഠിച്ചോനെ ഇതൊക്കെയാണ് നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഒന്ന് അത്വീബ്, നബി തങ്ങൾക്ക് പെർഫ്യൂം, സുഗന്ധം ഹബീബിന് ഇഷ്ടമാണ്. സുഗന്ധം, നല്ല പെർഫ്യൂം അടിക്കുക, നല്ല സെന്റ് തേക്കുക, മനോഹരമായിട്ടുള്ള ഊദുകള്,
നല്ല സ്മെല്ല് നിലനിൽക്കുന്ന സുഗന്ധം പൈസ കൊടുത്ത് വാങ്ങി അതടിക്കുന്നത് വലിയൊരു കാര്യമാണ്. കുടുംബ ബന്ധത്തിൽ ബറക്കത്തുണ്ടാകാനും സ്നേഹബന്ധം ഊഷ്മളമാകാനൊക്കെ പെർഫ്യൂം നല്ലതാണ്. പക്ഷെ പെണ്ണിനത് പറ്റുമോ? പെണ്ണിന് പറ്റും ഭർത്താവിന്റെ മുമ്പിൽ നാട്ടുകാരെ കാണിക്കാനോ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് പെർഫ്യൂം അടിച്ച് പോവാണ്, പൊന്നു മോളെ പച്ച ഹറാമാണത്, തമാശയല്ല, സഹിഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി ആളുകൾക്കിടയിൽ ഇറങ്ങിയാൽ അവൾ വ്യഭിചാരി പെണ്ണാണ്. വ്യഭിചാരി പെണ്ണാണ്. നീ സുഗന്ധം പെർഫ്യൂം അടിച്ച് നീ സ്കൂളിൽ പോവുക, നിന്റെ സ്മെല്ലും നിന്റെ സുഗന്ധവും ആളുകളുടെ നാസ്വാദ്വാരത്തിലേക്ക് മൂക്കിലേക്ക് കയറുമ്പോ അയാൾക്ക് തോന്നി ഈ പെണ്ണിന്റെ സ്മെല്ല് ഇത്ര ഉണ്ടെങ്കിൽ അപ്പോഴൊന്ന് തൊട്ടു നോക്കണല്ലോ. ഇങ്ങനെയാ തോന്നുന്നത്. പെണ്ണിന്റെ സുഗന്ധം കയറുമ്പോ പെണ്ണിനൊന്ന് തൊട്ടു നോക്കാൻ തോന്നുകയാണ്. അതുകൊണ്ട് പൊന്നുമോളെ, നീ എന്ത് ചെയ്യണ്ട, നാട്ടുകാരെ തൊട്ടയിക്കാൻ വേണ്ടിയിട്ടോ നാട്ടുകാരുടെ അട്രാക്ഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിക്കാനോ നീ എന്ത് ചെയ്യണ്ട, സുഗന്ധം ഉപയോഗിക്കണ്ട. അവൾ വ്യഭിചാരിയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പക്ഷേ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ മനോഹരമായ സുഗന്ധം ഉപയോഗിക്കുക, നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കീറിപ്പറിഞ്ഞ നൈറ്റിയും വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല വസ്ത്രം ധരിച്ച് പെർഫ്യൂം ഒക്കെ തേച്ച് മനോഹരമായി വീട്ടിൽ നിൽക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഭയങ്കര ഗൗരവത്തിലാണല്ലോ, ചിരിക്കുന്നൊന്നുമില്ല ആരും. പഠിച്ചോൻ എന്തായി, എന്തെങ്കിലും ദേഷ്യം ചൊടിയൊന്നുമില്ല എല്ലാവർക്കും. അങ്ങനെ ഗൗരവത്തിൽ മസിൽ പിടിച്ച് നോക്കുന്നുണ്ടല്ലോ. നിർത്തണം വേണ്ടല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള 3 കാര്യം: 1 അത്വീബ്, സുഗന്ധമാണ്, പെർഫ്യൂം. 2 അറബികളൊക്കെ കാണുന്ന ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഉഴുതൊക്കെ വാങ്ങുക, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. 2ാമത്തെ കാര്യം അന്നിസാ, എന്റെ ഭാര്യമാർ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണെന്ന് തോന്നല്ലേ ഭാര്യമാര്, അല്ലേ? ഏറ്റവും ഇഷ്ടമില്ലാത്ത നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യം: 1 സുഗന്ധം, 2 നബിതങ്ങളുടെ ഭാര്യമാർ. നബിതങ്ങളുടെ ഭാര്യമാർ നബിതങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതേപോലെ നമ്മൾ അങ്ങനെ ആവുക, നമ്മുടെ സുഗന്ധം ഇഷ്ടപ്പെടുക, നമ്മുടെ ഭാര്യമാരെ മാത്രം ഇഷ്ടപ്പെടുക. നമ്മൾ ഭാര്യമാരെ മാത്രം ഇഷ്ടപ്പെടൂല, മറ്റുള്ളവരൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടും, അല്ലേ? അല്ലാഹു നമ്മുടെ ഇടയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വളരെ ഭംഗിയായി മരണം വരെ നിലനിർത്തി തരട്ടെ. 3ാമത്തേത് എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത്, എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണ്. എനിക്ക് പെണ്ണിന്റെ ഭാര്യമാരെ ഇഷ്ടമാണ്, എനിക്ക് സുഗന്ധവും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ബാങ്ക് വിളിച്ചാൽ ഇഖാമത്ത് കൊടുക്കാൻ മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്: ബിലാൽ ഹും യാ ബിലാൽ, ബിലാലെ എണീറ്റ് നിൽക്കണം, ഫഅരിഹ്നാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് എനിക്കൊന്ന് റാഹത്താക്കി തരണം. എനിക്ക് റാഹത്ത് ലഭിക്കുന്നത് എവിടെ? നിസ്കരിക്കുമ്പോഴാ, സീസർ വലിക്കുമ്പോഴല്ല, അല്ലെ? ഒരു കിക്ക് കിട്ടാൻ വേണ്ടിട്ടൊക്കെ സീസർ വലിക്കുക. കഞ്ചാവും ഹുക്കയൊക്കെ അടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മൂഡ് ഔട്ടാണ്. അറബികളൊക്കെ കാണാം ഇങ്ങനെ വലിച്ചൂതിയിരിക്കുന്ന രംഗങ്ങള്. അപ്പോ റാഹത്ത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സീസർ വലിക്കലല്ല, കള്ളു കുടിക്കലല്ല, സിനിമ കാണലല്ല, കഞ്ചാവടിക്കലല്ല. പിന്നെന്താണ്? നിന്റെ റാഹത്ത് നിന്റെ നിസ്കാരമാണ്. നിസ്കാരം കൊണ്ട് എന്നെ ഒന്ന് റാഹത്താക്കണം ബിലാലെ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണ് അവർക്ക് റാഹത്ത് ലഭിച്ചിരുന്നത്. ആ ഒരു റാഹത്ത് നമ്മൾക്കും ലഭിക്കും. എപ്പോ? ഇദാ അറഫ റബ്ബ, അല്ലാഹുവിനെ തിരിച്ചറിയണം, അല്ലാഹുവിനെ തിരിച്ചറിയണം. അൽ മുഅ്മിനു ഇദാ അറഫ റബ്ബഹു അഹബ്ബ, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞാൽ അല്ലാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ആരാണ് റബ്ബ് എന്ന് ഇന്ന് വരെ നമ്മൾ പഠിച്ചിട്ടില്ല. എന്റെ റബ്ബാരാ? എന്റെ റബ്ബ് അല്ലാഹുവാണ്. പക്ഷെ റബ്ബ് ആരാണ്, എന്താണ് പടച്ചോൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ സ്നേഹം നമ്മൾക്ക് ലഭിക്കാത്തത്. ഇദാ അറഫ റബ്ബഹു അഹബ്ബ, അല്ലാഹുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. വഇദാ അഹബ്ബഹു വഖബല അലൈഹി, അല്ലാഹുവിനെ സ്നേഹിച്ചാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് വേണ്ടിയായിരിക്കും.
അങ്ങനെ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അങ്ങനെ മടങ്ങിയാൽ അതിന്റെ മാധുര്യം നമ്മൾക്ക് ലഭിക്കാൻ തുടങ്ങും. അതിന്റെ മാധുര്യം ലഭിച്ചാൽ പിന്നെ ദുന്യവിയായ ഭൗതിക സുഖങ്ങളോട് നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോ നിസ്കാരത്തിന് മാധുര്യം ഉണ്ടാകും, നോമ്പിന് മാധുര്യം ഉണ്ടാകും, ഒക്കെ നല്ല ടേസ്റ്റ്ഫുൾ ആയി നമ്മൾക്ക് മാറും. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നിസ്കാരത്തിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മാധുര്യം ഉണ്ടാവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് നേരെ ചെന്നിരുന്നത് നിസ്കാരത്തിലേക്കാണ്. വലിയൊരു കൊടുങ്കാറ്റ് വന്നു, എന്നാ പിന്നെ മൂടിപ്പുതച്ചുറങ്ങലല്ല, വേഗം ഇഖാമത്ത് കൊടുക്കും, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടും. വലിയൊരു ഇടിയുടെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിച്ചു, ഉടനെ ഹബീബ് അഭയം തേടുന്നത് നിസ്കാരത്തിലേക്കാണ്. ഏതുവരെ ആ ഒരു പ്രശ്നം തീരുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ബദ്ർ യുദ്ധം അള്ളാഹു നമ്മൾക്ക് അനുകൂലമാക്കി തന്നത്? 313 സ്വഹാബാക്കളുടെ മനക്കരുത്താണെന്ന് കരുതുന്നുണ്ടോ? അല്ല. വാളില്ലാതെ ഭക്ഷണമില്ലാതെ 313 സ്വഹാബാക്കൾ പരിശുദ്ധമായ റമളാനിന്റെ പട്ടാപ്പകലിൽ യുദ്ധം ചെയ്ത് വാശിയോടെ യുദ്ധം ചെയ്ത് നേടിയതാണ്. പക്ഷേ അവരുടെ ആയുധ പാഠമോ അവരുടെ അംഗബലമോ അല്ല ഇസ്ലാമിന് വിജയം നൽകിയത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരമാണ് വിജയം നൽകിയത്. ആലോചിക്കണം. എല്ലാവരും ബദറിന്റെ രണാങ്കണത്തിലിറങ്ങി യുദ്ധത്തിൽ മുഴുകിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തന്റെ ടെന്റിൽ ഇരുന്നു കൊണ്ട് സുജൂദിൽ കിടന്നു. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തു. ഓ ജീവിപ്പിക്കുന്നവനെ, ഞങ്ങളെ ജീവിപ്പിക്കണേ. യാ ഖയ്യൂം, ഓ നിലനിർത്തുന്നവനെ, നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാഹ് എന്നർത്ഥമുള്ള ദിക്റാണ് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്നിട്ട് ചൊല്ലാൻ തുടങ്ങിയത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ടെന്റിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കടന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. അല്പനേരം അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കി നിൽക്കുന്നു. വീണ്ടും രണാങ്കണത്തിലേക്ക് കടന്നു ചൊല്ലുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നു. ഹബീബ് സുജൂദിലാണ്. സുജൂദിൽ കടന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കി നിൽക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞു വീണ്ടും രണാങ്കണത്തിലേക്ക് പോകുന്നു. രണാങ്കണത്തിൽ നിന്ന് ഒരുപാട് സമയശേഷം വീണ്ടും മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. ഫവജുഹു യതഹല്ലലു. 14-ാം രാവിന്റെ പൗർണമി പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം പ്രകാശിക്കുന്നുണ്ട്. ബദ്ർ യുദ്ധം അതാ അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തു. എന്താ വിജയിപ്പിച്ചത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ആർജവമോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മസിൽ പോറൊന്നുമല്ല. അതൊക്കെ സൈഡാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരമാണ്. ഹബീബിന്റെ നിസ്കാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാരായ ശത്രുക്കൾ ക്രൂരമായി വേദനിപ്പിച്ചപ്പോ, ക്രൂരമായി പ്രയാസങ്ങൾ നൽകിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താ? ശത്രുക്കൾ ക്രൂരമായി പീഡിപ്പിക്കുക. അപ്പൊ എന്താ പരിഹാരം കൊടുത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ نصفه وانقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ മൂടിപ്പുതച്ചുറങ്ങുന്ന നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രിയിൽ കിടന്നുറങ്ങാൻ
മുടങ്ങാതെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണേ, തഹജ്ജുദ് നിസ്കരിക്കണേ അല്ലാഹുവിന് വേണ്ടി. നിസ്ഫഹു അവ്യഖുസ് മിൻഹു ഖലീല, രാത്രിയുടെ നേർപകുതി അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കുറവ് അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കൂടുതൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീല, നിങ്ങൾ മനോഹരമായി ഖുർആൻ ഓതണേ. പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം അധികരിപ്പിക്കുകയും അതേപോലെ ഖുർആൻ ഓതുകയും ചെയ്താൽ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനം നൽകുകയും 18 മാസക്കാലം നിർബന്ധ ബാധ്യതയായി അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമുൽ ലൈലും തഹജ്ജുദും നിസ്കരിച്ചിട്ടുണ്ട്. 18 വർഷക്കാലം നിർബന്ധ ബാധ്യതയായി അല്ലാഹുവിന്റെ ഹബീബ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരം വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, ഇശ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹുവിനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇശ്മാ ശിഅത, എത്ര കാലമാണോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾ ജീവിച്ചോ. പക്ഷേ ഫഇന്നക മയ്യിതുൻ, നീ മരിക്കേണ്ടവനാണ്, മരിക്കേണ്ടവനാണ്, മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റൂല. ഇശ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ മരണശേഷം നീ മടങ്ങേണ്ടത് പടച്ച റബ്ബിലേക്കാണ്. وأحبب من شئت فإنك مفارقه, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെയൊക്കെ സ്നേഹിച്ചോ, പക്ഷേ കാലാകാലം അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പൊന്നു സഹോദരി, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഇല്ലാതെ, ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വേലിക്കെട്ടോ മതിൽക്കെട്ടുകളോ ഇല്ലാതെ പ്രണയിക്കാനും പ്രേമിക്കാനും ഒളിച്ചോടാനും തയ്യാറെടുക്കുന്ന സഹോദര സഹോദരിമാരെ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് സ്നേഹിച്ചോ, പക്ഷെ അവന്റെ കൂടെ എറ്റേണലായി അനന്തമായി നിനക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് അവനെ നീ വേർപിരിയേണ്ടി വരും, ഒരു കാലത്ത് വേർപിരിയേണ്ടി വരും. അപ്പൊ നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഇന്നെ സഹിച്ചൂടെ? മനസ്സിലായില്ല? ഒരു കാലത്ത് നീ സ്നേഹിച്ചവനെ നീ വേർപിരിയേണ്ടി വരും. അന്ന് നിനക്ക് വിഷമം സഹിക്കാൻ പറ്റുമോ? ആ വിഷമം എന്നാ ഇന്ന് തന്നെ സഹിച്ചൂടെ? ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്. എന്നിട്ട് പറഞ്ഞു, വഅലം, നബിയെ താങ്കൾ അറിയണം, അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, ഒരു മുഅ്മിനിന്റെ അഭിമാനം എന്ന് പറയുന്നത്, ഉപകാര മുസ്ലിമാണ്, I am proud of a Muslim എന്നൊക്കെ പറയണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോ, അത് നിന്റെ അഭിമാനമാണ്, അത് നിന്റെ അഭിമാനമാണ്. വഅലം, നീ അറിയണം, അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, ഒരു മുഅ്മിനിന്റെ അഭിമാനം എന്ന് പറയുന്നത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിക്കലാണ്. കൊർക്കല്ലേ അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കലാണ് ഒരു മുഅ്മിനിന്റെ അഭിമാനം. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എന്റെ ആദരണീയനായ ഗുരുവര്യൻ ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ ഒരു ഉറൂസിന് വേണ്ടി ഞാൻ ഖാദിമായി ഉസ്താദിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. രാത്രി പരിപാടി നീണ്ടു നിൽക്കുന്ന സമാപന പരിപാടിയിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തി. ഉറങ്ങാൻ കിടക്കുമ്പോൾ 1-2 മണിയായിട്ടുണ്ട്. ദാറുൽ ഹുദയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് കടന്നു വന്നതാണ് വന്യവയോധികനായ ഉസ്താദ്. പക്ഷേ രാത്രി 2 മണി വരെ വാഴ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എന്നിട്ട് റൂമിലെത്തി കോളേജിൽ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിൽ രാത്രി കിടന്നുറങ്ങുകയാണ്. താഴെ ഞാൻ ഉറങ്ങുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഉസ്താദിനെക്കാളും മുമ്പ് എണീക്കണമെന്ന താല്പര്യത്തോടെ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് അലാം വെച്ചുകൊണ്ട് കിടന്നുറങ്ങി. പക്ഷേ എന്റെ സമയമായി ഞാൻ എണീക്കുമ്പോ ഒന്നരായ ഉസ്താദ് അവർകൾ മുസല്ലയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. യാത്രയിൽ ഇളവുണ്ട് എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ലേ? യാത്രയിൽ ഒരാൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഒരാൾക്ക് ഇളവുണ്ട്. ചെയ്തില്ലെങ്കിലും നാട്ടിൽ കൃത്യമായി ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം ലഭിക്കും. എന്നിട്ടും ആ ഒരു വാർദ്ധക്യ കാലത്ത് 2 മണിക്കോ 1 മണിക്കോ കിടന്നുറങ്ങിയ ഉസ്താദ് ബാങ്കിന്റെ ഞാൻ എണീക്കുമ്പോൾ നിസ്കാരത്തിന്റെ മുസല്ലയിലാണ് ഇരുന്നിട്ട് നിസ്കരിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തുരുത്തിക്കാരൻ ഇരിക്കുന്നുണ്ട്, എന്റെ മഹല്ലുകാരനാണ്.
അവിടുത്തെ ഇപ്പോഴുള്ള സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ബഹുമാന്യരായ ഉസ്താദ് എന്തോ പരിപാടിക്ക് വന്നതാണ്. സെക്രട്ടറിയുടെ വീട്ടിലാണ് ഉസ്താദ് താമസിച്ചത്. അപ്പൊ അവരും എന്നെ പോലെ തന്നെ ഉസ്താദിനേക്കാൾ മുമ്പ് എണീക്കണം എന്ന താല്പര്യത്തോടെ അവർ എണീറ്റു. എപ്പോ ബാങ്കിന് എത്രയോ മുമ്പ് എണീറ്റ് നോക്കുമ്പോ ഉസ്താദ് ഇവിടെ നിസ്കരിക്കുകയാണ് എന്ന് നമ്മുടെ തുരുത്തി ജമാഅത്തിന്റെ ഇന്നത്തെ അഭിവന്ദനായ സെക്രട്ടറി എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായി. മഹാന്മാരങ്ങനെയാണ്. എല്ലാവരും കാണുന്നിടത്തല്ല നന്മ ചെയ്യേണ്ടത്, ആരും കാണാതിരിക്കുന്നിടത്താ നന്മ ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊന്നു സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, അന്ന ശറഫൽ മുഅ്മിൻ, തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ മുഖത്ത് പ്രകാശമുണ്ടാകും. സിഹ്ർ വെച്ചാൽ അവന് സിഹ്ർ ഏൽക്കൂല, കണ്ണീർ വെച്ചാൽ അവന് കണ്ണീർ ഏൽക്കൂല. അങ്ങനെയാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നീ അറിയണം, അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, രാത്രിയിൽ നിസ്കരിക്കലാണ് ഒരു മുഅ്മിനിന്റെ അഭിമാനം. അല്ലാഹു ആ ഉസ്താദിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ചെറുപ്പക്കാരൻ കേൾക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായവരുണ്ടാകും, 1 മാസമായ ആളുണ്ടാകും, 2 മാസമായ ആളുണ്ടാകും, 2 വർഷമായ ആളുണ്ടാകും, 50 വർഷം കഴിഞ്ഞ ആൾ എല്ലാവരും ഈ സദസ്സിലുണ്ടാകും. റഹിമല്ലാഹു റജുലൻ, ഒരു ചെറുപ്പക്കാരന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. ഏത് ചെറുപ്പക്കാരനാണവൻ? ഖാമ മിനൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ അവൻ എണീറ്റ് നിൽക്കുകയും ഫസ്വല്ല, തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അത് മാത്രാണോ? അല്ല, അവന്റെ ഭാര്യയെ അവൻ വിളിക്കുകയും ചെയ്തു. അപ്പൊ കല്യാണം കഴിക്കാത്ത ആള് എന്താ ചെയ്യാ? വേഗം കല്യാണം കഴിച്ചോളി അല്ലേ? കല്യാണം കഴിക്കാത്ത ആളുകൾ വേഗം കല്യാണം കഴിക്കുക. 26, 25 വയസ്സായിട്ട് എന്നാ കല്യാണം കഴിക്കുക? 22 വയസ്സായാലും നമ്മുടെ ഗവൺമെന്റിന്റെ ലീഗലായിട്ട് പ്രായപൂർത്തിയായി. നമ്മൾക്ക് ഇത്ര വയസ്സാണ്, 22 വയസ്സായാലും പ്രായപൂർത്തിയായി, അന്ന് മുതൽ കല്യാണം കഴിക്കുക. പെണ്ണിന് 18 വയസ്സായാല് ഗവൺമെന്റിന്റെ നിയമപ്രകാരം പ്രായപൂർത്തിയായി. അത് ഏത് അടിസ്ഥാനത്തിലാണ് ആ പ്രായപൂർത്തി എന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ നിയമമാണല്ലോ, നമ്മൾ അംഗീകരിക്കുക. 18 വയസ്സും 22 വയസ്സായ പിന്നെ കല്യാണം കഴിക്കാനുള്ള സമയമായി. പിന്നെ എന്തിനാ ബന്ധിപ്പിക്കുന്നത്? കണ്ണൂർ ഭാഗത്ത് ഒരു വേദന പോയപ്പോ, ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വേദന പോയപ്പോ കല്യാണം കഴിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു 23 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവരോട് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ഉസ്താദിന് പിന്നെ 26-ാം വയസ്സിലാണ് നിക്കാഹ് കഴിഞ്ഞതെന്നാ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കാം, കാസർഗോഡ് 26-ാം വയസ്സിലൊക്കെ കല്യാണം കഴിക്കുമോ? 26-ാം വയസ്സിൽ കല്യാണം കഴിക്കുമോ? എവിടെ 19 വയസ്സിന് കല്യാണം കഴിച്ച ആളില്ല അല്ലേ? 19 വയസ്സ് 18 വയസ്സിന് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. 26 അവിടെ പിന്നെ 30 കഴിയണമായിരിക്കും, അല്ലാഹു ആലം. അതുകൊണ്ട് കല്യാണം ബന്ധിപ്പിക്കല്ല. ഒക്കെ ഉശിരുള്ള സമയത്ത് തന്നെ കല്യാണം കഴിക്കുക. പിന്നെ വയസ്സായി 30-35 വയസ്സാവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. കല്യാണമൊക്കെ വേഗം കഴിച്ചോളി. അതൊക്കെ കണ്ണ് നിയന്ത്രിക്കാൻ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. പെണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരിക്കെങ്കിലും ഉണ്ടോ? പെണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. കിട്ടിയ പെണ്ണിനെ പാര വെക്കുന്ന പ്രശ്നം ഉണ്ടാവും, അതല്ലേ? അതുണ്ടാവും. ഉണ്ടോ? നാട്ടിലുണ്ടോ? ഉണ്ടോ? ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഉണ്ട്, പല നാട്ടിലുണ്ട്. എന്തിനാണാവോ അതൊക്കെ? അല്ലാഹു അഅലം. ഒരാൾക്ക് പെണ്ണ് പറഞ്ഞ് പ്രപ്പോസ് വന്നാല് അപ്പുറത്തെ അയൽവാസിക്ക് എന്താ പണി? നല്ല അവിടെ പോയിട്ട് അത് പാര വെക്കുക, എന്നിട്ട് അത് ഒഴിവാക്കുക. എന്ത് ബെനിഫിറ്റ് ആൾക്ക് അതുകൊണ്ട് നേടാൻ കിട്ടുന്നത്? അല്ലാഹു അഅലം. പൊന്നു മക്കളെ, അതൊക്കെ സഹോദരങ്ങളെ, സഹോദരിമാർ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാതെ മരിച്ചു പോലും ഉറപ്പാണ്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, അവർ മരണത്തിന് മുമ്പ് അവർ ചെയ്ത അതേ പ്രവർത്തനം അവർ അനുഭവിക്കാതെ മരിച്ചു പോകും. ഇഷ്ടംപോലെ അനുഭവങ്ങൾ എനിക്കിങ്ങനെ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഏതായാലും കുഴപ്പമില്ല. റഹിമല്ലാഹു റഅൻ, അല്ലാഹു ചെറുപ്പക്കാരാ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ.
ഖാമ മിനൽ ലൈലി, രാത്രിയിൽ എണീക്കുന്ന ചെറുപ്പക്കാരൻ. ഫസ്വല്ലാ വഅയ്ഖള ഇംറഅതഹു, ഭാര്യയെ ഉണർത്തുന്ന ചെറുപ്പക്കാരൻ. ഫഇന്നബത്, അവൾ എണീക്കാതെ അങ്ങോട്ട് മറിഞ്ഞു കിടന്നാൽ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നായിട്ട് വലുതാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് 3 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഏതായാലും പിന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഭാര്യ വിളിക്കുക. അപ്പൊ പിന്നെ മോഡേൺ പെണ്ണുങ്ങളാണല്ലോ ഇപ്പൊക്കെ കല്യാണം കഴിഞ്ഞാൽ കിട്ടുക. അപ്പൊ വിളിക്കുമ്പോ പെണ്ണ് അങ്ങോട്ടേക്ക് ചെരിഞ്ഞു കിടന്നു. വീണ്ടും വിളിച്ചപ്പോ ഇങ്ങോട്ട് ചെരിഞ്ഞു കിടന്നു, എണീക്കുന്നില്ല. അപ്പൊ നേരെ ബാത്റൂമിൽ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് ഭാര്യയുടെ മുഖത്തേക്ക് കുടഞ്ഞു. പിന്നെ ഇനി എണീക്കാതെ നിവൃത്തിയില്ലല്ലോ, പെണ്ണും എണീറ്റു. എന്നിട്ട് 2 പേരും നിസ്കരിച്ചു. റഹിമല്ലാഹ്, അവർ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതേപോലെ റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈൽ, രാത്രിയിൽ എണീറ്റ് നിൽക്കുന്ന പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫസ്വല്ലത, അവൾ നിസ്കരിച്ചു. വഅയ്ഖലത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ വിളിക്കുന്നുണ്ട്. ഫഇൻ അബാ, ആ ഭർത്താവ് വിസമ്മതിക്കുമ്പോ, രാത്രി വരാൻ വൈകി കിടന്നുറങ്ങിയ ഭർത്താവാണ്, അവൻ വിസമ്മതിക്കുമ്പോ ബാത്റൂമിൽ ചെന്ന് വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടയുന്ന, എന്നിട്ട് ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കാരം അത് വല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരം ചില്ലറ കാര്യമല്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത്, നിസ്കരിച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, പട്ടിണി നിങ്ങളുടെ വീട്ടിലേ ഉണ്ടാവൂല. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹ്റത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്ക് നീ കണ്ണോടിക്കണ്ട, മറ്റുള്ളവർ മുതലാളിമാരായത് കണ്ട് നീ അസൂയപ്പെടണ്ട, അവന്റെ വീട് കണ്ട് നീ ആശ്ചര്യപ്പെടേണ്ട, അവന്റെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ വണ്ടിയോ കണ്ട് നീ ഞെട്ടാ നിൽക്കണ്ട. നീ അങ്ങനെ ഞെട്ടണ്ട. എന്തിന്? അവന് നൽകിയത് അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. അള്ളാഹു പറയാണ്, ഞാനതൊക്കെ കൊടുത്തത് എന്തിനാ? ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാനാണ്. ലിനഫ്തിനഹും ഫീ, അവർക്ക് ഞാൻ നൽകിയത് പരീക്ഷിക്കാനാണ്. നിനക്കത് തന്നിട്ടില്ല, എത്രയുള്ളൂ. ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാൻ ഞാൻ ചില ആളുകൾക്ക് സമ്പത്തും വീടും വാഹനങ്ങളും എല്ലാം നൽകി. അത് കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്കണ്ട, നീ വിഷമിക്കണ്ട. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, നിന്റെ റബ്ബിന്റെ ഭക്ഷണമാണ് നിനക്ക് ഏറ്റവും നല്ലത്. അബ്ഖാ, അബ്ഖാ എന്ന് പറഞ്ഞാൽ ബാക്കിയാകുന്നത്. അബ്ഖ എന്ന് പറയുമ്പോ കുറച്ചും കൂടി ശക്തി കൊടുക്കാൻ. അത് ദുനിയാവിലും ബാക്കിയാണ്, ആഖിറത്തിലും ബാക്കിയാണ്. ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും ഭക്ഷണം. 2 സ്ഥലത്ത് ഭക്ഷണം കിട്ടാൻ എന്താ വഴി? ദുനിയാവിലും ഭക്ഷണം കിട്ടും, ആഖിറത്തിലും ഭക്ഷണം കിട്ടും. അതിനെന്താ വേണ്ടത്? അല്ലാഹു അടുത്ത ആയത്തിൽ പരിഹാരം പറയുന്നുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിന്റെ മക്കളോട് പറയണേ, ഭാര്യമാരോട് പറയണേ, കുടുംബക്കാരോട് പറയണേ നിസ്കരിക്കാൻ. എല്ലാവരും നിസ്കരിക്കണം. ഒരു വീട്ടിലെ എല്ലാവരും നിസ്കരിച്ചാൽ ആ വീട്ടിലെ അല്ലാഹുവിന്റെ റിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുവിന്റെ അബ്ഖയായ ആഖിറത്തിലേക്കും ബാക്കിയുള്ള ഭക്ഷണം കിട്ടും. അതിനെന്ത് വേണം? വഅ്മുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, വീട്ടുകാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. എല്ലാവരും നിസ്കരിക്കട്ടെ. ഒരു വീട്ടിൽ എല്ലാവരും നിസ്കാരക്കാരാണെങ്കിൽ, കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന ആളാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. അത് ഉറപ്പാണ്. അവർക്ക് പരിഹാരം അല്ലാഹു പല വഴിയിലൂടെയും തരും. ഞാൻ ഓർത്തു പോവാണ് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഇങ്ങനെ ഖുശൂ ലഭിക്കാൻ കാരണം എന്ത് എന്ന്. ഹാത്തിമുൽ അസം റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള കാരണം എന്താണ്? മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഖുശൂ ലഭിക്കാനുള്ള കാരണം
ബിഅൻ നഖൂമ ഫഉകബ്ബിറു ലിസ്സലാഹ്. ഞാൻ നിസ്കാരത്തിലേക്ക് വേണ്ടി എണീറ്റ് നിന്നാൽ തക്ബീർ ചൊല്ലി കൈകെട്ടുകയാണ്. വഅതഖയ്യലുൽ കഅബത അമാമ ഐനി. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കഅബയെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ഞാൻ കാണുന്നത് കഅബയാണ്. കഅബയുടെ മുമ്പിലാണ് ഞാൻ നിസ്കരിക്കുന്നത്. അത് ഞാൻ കഅബയെ മുമ്പിൽ പ്രതിഷ്ഠിക്കുമ്പോഴേക്കും എനിക്ക് ഇഖ്ലാസ് ലഭിക്കുന്നു എന്ന് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. കഅബ കണ്ട ആളുകൾക്ക് കൈപൊക്കിയേ. കുറേ ആളുണ്ട് മാഷാ അല്ലാഹ്. കഅബയുടെ മുമ്പിൽ നിന്നിട്ട് ആദ്യം നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ലഭിക്കുന്നുണ്ടോ ഇല്ല? ഉണ്ടോ? ആദ്യം കഅബയുടെ മുമ്പിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ലഭിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ലേ? പിന്നെ അവർക്ക് ഇനി എവിടെ പോയിട്ടുണ്ട് ഖുശൂ ലഭിക്കാൻ പോകുന്നില്ല. അവിടെ പോയിട്ട് ഖുശൂ ലഭിച്ചില്ലെങ്കിൽ കഅബയുടെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, പടച്ചോനെ ഞാൻ ഇത്ര കാലം ഇതിന്റെ മുമ്പിലേക്കാണല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചത്. പടച്ചോനെ ആ കഅബയുടെ മുമ്പിലാണ് ഞാനുള്ളത്. അവിടെ നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ഉണ്ട്. അപ്പൊ ഈ കഅബയെ എല്ലാ ദിവസവും മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ട് മുന്നിലുള്ളത് പോലെ ഞാൻ കരുതും എൻ്റെ മുമ്പിൽ കഅബയാണുള്ളത്. അപ്പൊ എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാം. അതേപോലെ വസ്സിറാത്തു തഹ്ത ഖദമി. എൻ്റെ കാൽപാദങ്ങൾക്ക് താഴെയുള്ളത് സിറാത്ത് പാലമാണെന്ന് ഞാൻ സങ്കല്പിക്കും. എന്താ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ? ജിസ്റുൻ മൽറൂബുൻ. ഒരു മുടിയേക്കാളും നേരിയത്, വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പാലമാണ് സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ. ആ സിറാത്ത് പാലത്തിന്റെ മുകളിലാണ് ഞാൻ നിസ്കരിക്കുന്നത്, നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കും. അപ്പൊ എനിക്ക് പേടിയാകും, പടച്ചോൻ ഇങ്ങോട്ട് മാറിയാ വീഴും, ഇങ്ങോട്ട് മാറിയാലും വീഴും. അപ്പൊ ബാലൻസ് തെറ്റാതെ നിൽക്കുന്നത് പോലെ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ ഞാൻ ഇങ്ങനെ പേടിച്ച് നിസ്കരിക്കാൻ നിൽക്കും. എൻ്റെ കാൽപാദങ്ങൾക്ക് താഴെയുള്ളത് സിറാത്ത് പാലമാണ്. ആ സിറാത്ത് പാലം ഒന്ന് തെറ്റിയാൽ ഞാൻ നരകത്തിലേക്കാണ് വീഴുന്നത്. അപ്പൊ എനിക്ക് പേടി വരും, എനിക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാകും. പിന്നെയോ വന്നാറു അൻ ശിമാലി. എൻ്റെ ഇടത് ഭാഗത്ത് നരകമുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കും. വലതു ഭാഗത്ത് സ്വർഗമുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കും. വലതു ഭാഗത്ത് സ്വർഗവും ഇടതു ഭാഗത്ത് നരകവും ഉള്ളത് പോലെയാ ഞാൻ നിസ്കരിക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് ഖുശൂ ലഭിക്കുമെന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. വമലകുൽ മൗതി വറാഇ. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം എൻ്റെ റൂഹ് പിടിക്കാൻ എൻ്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. എൻ്റെ റൂഹ് പിടിക്കാൻ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം എൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് ഞാൻ ഓർക്കും. വഹാദാ ആഖിറു സ്വലാത്തി. ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറൊരു ചിന്ത വരാറില്ല. സുജൂദിൽ ചെന്നാലോ റുക്കൂഇൽ ചെന്നാലോ തഹയ്യാത്തിലാണെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത എൻ്റെ മേഖലയിലേക്ക് വരാറില്ല. ഇങ്ങനെയാണ് എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള കാരണമെന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോവാണ്. വീട്ടിൽ തീരെ പൈസയില്ല, ആരുടെയും കൈകളിൽ പൈസയില്ല. ഹജ്ജിന് പോവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഹജ്ജിന് പോകുന്നത്? 5 പൈസ കയ്യിലില്ല. എങ്ങനെ ഹജ്ജിന് പോകും? ഒരു ദിവസം ഹജ്ജിന്റെ സമയമായപ്പോഴാണ് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയുന്നത് തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ കാണുന്നത്. ഉപ്പാ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? മകളോട് പറഞ്ഞു, പൊന്നുമോളെ, ഉപ്പാക്ക് ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ട്, ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യണമെന്ന താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അതിനെന്തിനാണ് ഉപ്പാ കരയുന്നത്? ഹജ്ജിന് പോയാൽ പോരെ. പക്ഷെ മോളെ, നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എന്റെ കയ്യിലൊന്നുമില്ല, പോകാനുള്ള സാമ്പത്തിക ശേഷി എന്റെ കയ്യിലില്ല. അപ്പോഴാണ് മകൾ പറയുന്നത്, അള്ളാഹുവിനെ പേടിയുള്ള കൊച്ചുമകൾ പറയുന്നത്, ഉപ്പാ, ഭക്ഷണം നൽകുന്നത് നിങ്ങളല്ല, അള്ളാഹുവല്ലേ ഭക്ഷണം നൽകുന്നത്. നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ, ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട. നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു തരാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം ലഭിക്കുന്നത്? നിങ്ങൾ പോയാൽ അള്ളാഹു ഞങ്ങളെ നിയന്ത്രിച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉപ്പ ടെൻഷൻ അടിക്കണ്ട, ഉപ്പ ധൈര്യമായി ഹജ്ജിന് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു മകളോട് പറഞ്ഞത്, മോളെ, നിന്റെ കാര്യം എനിക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ നിന്റെ ജ്യേഷ്ഠത്തിമാർ, നിന്റെ ഉമ്മയും എന്നെ സമ്മതിക്കുമോ? ഉപ്പാ, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞേക്കാം, ഞാൻ എന്റെ ജ്യേഷ്ഠത്തിമാരോട് പറഞ്ഞേക്കാം.
പറഞ്ഞേക്കാം. അങ്ങനെ വീട്ടിലിരുന്നിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് വീട്ടുകാര് പറഞ്ഞത് പോവാൻ പറ്റൂല. നിങ്ങൾ പോയാൽ ആരാണ് ഇവിടെ ഭക്ഷണം കൊണ്ടുവരുന്നത്? 2-3 ദിവസത്തെ ഭക്ഷണമല്ലാതെ ഒരന്നം പോലും ഈ വീട്ടിലില്ല, വെള്ളമല്ലാതെ ഒരു വസ്തു പോലും ഈ വീട്ടിലില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? അതുകൊണ്ട് ഉപ്പാ നിങ്ങൾ പോവല്ല എന്ന് മറ്റുള്ള മക്കൾ പറഞ്ഞപ്പോഴാണ് കൊച്ചുമകൾ ഉമ്മയോടും മറ്റുള്ള സഹോദരിമാരോടും പറയുന്നത്, അല്ലാഹുവാണ് റസ്സാഖ്, ഭക്ഷണം നൽകുന്നത് റബ്ബാണ്, ഉപ്പയല്ലല്ലോ. ഉപ്പയെ ധൈര്യമായി പറഞ്ഞേച്ചോ, യാതൊരു പേടിയും വേണ്ട. അങ്ങനെയുള്ള മക്കൾ നമ്മൾക്ക് ഉണ്ടാവട്ടെ, അല്ലേ? അങ്ങനെയുള്ള മക്കൾ നമ്മൾക്ക് ഉണ്ടാവട്ടെ. ആമീൻ പറയ്. അല്ലാഹു സാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കൾ അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. അങ്ങനെ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവാൻ വീട്ടുകാരൊക്കെ വിഷമമുണ്ട്. പക്ഷേ ഈ മകളുടെ വാശി കാരണം ആർക്കും എതിർക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഹജ്ജിന് പോകാനുള്ള പൈസ ഇല്ല. 2-3 ദിവസത്തെ ചെലവിന് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. അങ്ങനെ പോയിട്ട് 3 ദിവസമാകുമ്പോഴാണ് ഒരു യാത്രക്കാരെ കണ്ടുമുട്ടുന്നത്. അവരുടെ പിന്നാലെ ഹജ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ യാത്രക്കാരുടെ സംഘത്തിലെ ഒരു നേതാവിനെ എന്തോ ഒന്ന് കടിക്കുന്നത്, എന്തോ ഒരു വിഷലിപ്തമായ ഒരു ഇഴജന്തു കടിക്കുന്നത്. ബോധം കെട്ട് നിലത്തു വീണു. ഒരുപാട് പരിശ്രമിച്ചു, ബോധം തെളിയുന്നില്ല. എന്തോ തേളോ പാമ്പോ എന്തോ കടിച്ചു. അപ്പോ ബോധം തെളിയുന്നില്ല. അങ്ങനെ ആകെ ആളുകളൊക്കെ വെപ്രാളായി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നമ്മുടെ ഈ സംഘത്തിന്റെ പിന്നിലായിട്ടൊരു സൂഫി വല്യം നടക്കുന്നുണ്ട്, അവരോടൊന്ന് മന്ത്രിച്ചൂതിയാല് നമ്മൾക്കൊരു പക്ഷെ ശിഫ ലഭിച്ചേക്കാം. അദ്ദേഹം ചെന്നു. അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളും അദ്ദേഹത്തിന് അറിയുന്ന ദിക്റുകളും ചൊല്ലി മന്ത്രിച്ചു. ആ അബോധാവസ്ഥയിൽ കിടക്കുന്ന അവരുടെ യാത്രാ സംഘത്തിന്റെ തലവനൊന്ന് മന്ത്രിച്ചൂതുമ്പോഴേക്കും അത്ഭുതമെന്ന് പറയണം, അയാൾക്ക് ശിഫ ലഭിച്ചു, അയാൾക്ക് ബോധോദയമുണ്ടായി, ബോധം ലഭിച്ചു. ആ ഒരു സന്തോഷത്തിൽ അയാൾ പറഞ്ഞു, ഇയാൾക്ക് ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവ് ഞാൻ ഏറ്റെടുത്തു. ഇയാൾക്ക് ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവ് ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഇതാരുണ്ടാക്കി? ഇയാൾക്ക് പാമ്പ് കടിക്കാനോ തേള് കടിക്കാനുള്ള കാരണം എന്താ? അള്ളാഹു കടിപ്പിച്ചതാണ്. എന്തേ? ഇയാൾക്ക് ഹാത്തിമുൽ അസ്സമിന് അവിടെ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരണം, അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് ഇറങ്ങിയതാ. അവിടെ എത്തി ഇവിടേക്ക് തിരിച്ചെത്തണം. കാരണം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ് ഇവരെ രക്ഷപ്പെടുത്തല്, അള്ളാഹുവിന്റെ കടമയാണ്. എന്ത് വിഷയം അങ്ങനെ തന്നെയാണ്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള സന്ദേശം അതാണ്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഇറങ്ങുമ്പോഴും പടച്ച റബ്ബിനെ ഏൽപ്പിക്കുക. ദേനവാല ഊപ്പർവാല, നമ്മൾക്ക് എന്ത് നൽകുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവാണ്. വേറെ ഒരാൾക്ക് തടയാനും പറ്റൂല, നൽകാനും പറ്റൂല, പടച്ച റബ്ബാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചോനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്തൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല. അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ അള്ളാഹു ഏറ്റെടുത്ത ഒരാൾക്ക് പരാജയം ഉണ്ടാവൂ? അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തേളോ എന്തോ കടിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ശിഫ ലഭിക്കാൻ ഇദ്ദേഹം കാരണമാകുന്നു. പോയി വരാനുള്ള ചെലവ് അള്ളാഹു ഒരു വഴിയിലൂടെ കൊടുക്കുകയാണ്. പിന്നെ വീട്ടുകാരുടെ അവസ്ഥ ദയനീയമാണ്. ഒന്നുമില്ല കഴിക്കാൻ. 3 ദിവസം കഴിഞ്ഞുള്ളതൊക്കെ കഴിച്ചു തീർന്ന് ആകെ വെള്ളം എവിടെയുള്ളൂ. മക്കളൊക്കെ കരയാൻ തുടങ്ങി, ഉമ്മ കരയാൻ തുടങ്ങി. എല്ലാവരും കരയുമ്പോഴാണ് പൊന്നുമോൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പൊന്നുമോൾ, കൊച്ചുമോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങി. ചിരിക്കല്ലേ, നമ്മളൊക്കെ ഇവിടെ കരയുമ്പോൾ ചിരിക്കാണല്ലേ. അപ്പോഴാണ് വീണ്ടും പറഞ്ഞത്, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്, ഉപ്പയല്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, ഭക്ഷണം നൽകുന്നത് ഉപ്പയ്ക്കും നമ്മൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. ഉപ്പ വെറും റാസിഖാണ്, ഭക്ഷണം കഴിക്കുന്നവൻ മാത്രമാ. ഉപ്പ ഭക്ഷണം കഴിക്കുന്നവൻ മാത്രമാണ്. റാസിഖും റസ്സാഖും അല്ലാഹു തന്നെയാണ്. ഉപ്പ കിട്ടിയത് കഴിക്കുന്ന ഒരാളാണ്. 3-ാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് എല്ലാവരും വിശന്ന് വലയുമ്പോഴാണ് രാത്രിയുടെ യാമങ്ങളിൽ വാതിലിന് ആരോ മുട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആരോ ഒരാളിങ്ങനെ വാതിലിൽ മുട്ടുക. മക്കളൊക്കെ വിശന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ വാതിൽ തുറന്നു. കുടിക്കാൻ വെള്ളമുണ്ടോ? ആകെ അതേപോലെ ഉള്ളു, വേറൊന്നുമില്ല.
മനോഹരമായൊരു പാത്രത്തിൽ വെള്ളവുമായിട്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തപ്പോഴാണ് പറഞ്ഞത്, ഈ നാട്ടിലെ മൻസൂർ രാജാവിന്റെ പേര് മൻസൂറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മൻസൂർ രാജാവും പരിയാരങ്ങളും വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് മനോഹരമായ പാത്രത്തിൽ നല്ല സംശുദ്ധമായ വെള്ളം കൊടുക്കുന്നത്. ആ വെള്ളം കുടിച്ചപ്പോ ആ രാജാവ് ചോദിച്ചു, ഇത് ആരുടെ വീടാ? ലിമൻ ഹാദിഹിൽ ബൈത്ത്, this belong to whom? ഇത് ആരുടെ വീടാ? അപ്പോൾ പറഞ്ഞു, ഇത് ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ വീടാ. ഓ, ആ സൂഫി വര്യന്റെ വീടാണോ? ആലിം, ഈ നാട്ടിലെ ഒരു പണ്ഡിതന്റെ വീടാണോ? അതെ. അൽഹംദുലില്ലാഹില്ലദീ സഖാന, അല്ലാഹുവേ ഈ പണ്ഡിതന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ തൗഫീഖ് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായി. ആ നാണയങ്ങൾ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് കൂടെയുള്ള പരിയാരങ്ങളോടൊക്കെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യണം. അപ്പോ അവരുടെ കൂടെയുള്ള പ്രജകളും മന്ത്രിമാരൊക്കെ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ രാത്രി ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി ഈ വീട്ടുകാരായി. ആരേറ്റെടുത്തു? പടച്ച റബ്ബിന്റെ ഏറ്റെടുക്കലാണ്. ഒന്നുമില്ലാത്ത വീട്, ഒന്നുമില്ലാത്ത ഹാത്തിമുൽ അസം. പക്ഷെ അതിന് എന്ത് വേണം? തവക്കുൽ വേണം, ക്ഷമ വേണം. അല്ലാഹു എന്താ പറഞ്ഞത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ട, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ട, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. എന്താണ് ഇതിന് ചെയ്യേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരും നിസ്കരിച്ചാൽ മാത്രം പോരാ, ഉപ്പയും ഉമ്മയും നിസ്കരിച്ചാൽ മാത്രം പോരാ. 7 വയസ്സുള്ള മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പള്ളിയിലേക്ക് വരുമ്പോ കയ്യും പിടിച്ചുകൊണ്ട്, മക്കളുടെ കയ്യും പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന, ജമാഅത്തിന് കൃത്യമായി കടന്നു വരുന്ന ഒരു വീട്ടിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുകയില്ല. നഹ്നു നർസുഖുക, നിങ്ങളുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ തരാം. എന്താ ചെയ്യേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ മക്കളോട് പറയേ നിസ്കരിക്കാൻ. സ്കൂളിൽ പോയിട്ട് ചോദിക്കേ, പൗഡർ പോയി പോണ്ട എന്ന് പേടിച്ചിട്ട് നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട്. തമാശയല്ല. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പോവാ. പിന്നെ ഉച്ചയ്ക്ക് ളുഹ്ർ നിസ്കാരത്തിന് വുളുവൊക്കെ ചെയ്താൽ പടച്ചോനെ മേക്കപ്പും പൗഡറും ഫൗണ്ടേഷനൊക്കെ പോവല്ലോ. അതുകൊണ്ട് തൽക്കാലം വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. നിസ്കാരം ഒഴിവാക്കുക. പിന്നെ ചെറുപ്പക്കാര് ബ്രേക്ക്, ഉച്ചയ്ക്കുള്ള ഒരു ഇടവേള കിട്ടിയ പിന്നെ ഒന്നിങ്ങനെ എവിടെങ്കിലും കളിച്ച് ഓടിച്ചാടി നടക്കുക. പിന്നെ 1 മണിക്കൂർ പോയതറിഞ്ഞിട്ടില്ല, ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഭക്ഷണം ലഭിക്കും? നിസ്കരിക്കാൻ പറയും. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ച് ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുത്താൽ, മോനെ നിസ്കരിക്കുന്ന പറഞ്ഞാൽ മാത്രം പോരാ, നിസ്കരിക്കുന്ന ഉമ്മയെയും നിസ്കരിക്കുന്ന ഉപ്പയെയും മക്കൾ കാണണം. ബാങ്ക് വിളിക്കുമ്പോ ജോലിയെല്ലാം മാറ്റിവെച്ച് നിസ്കരിക്കുന്ന ഉപ്പയെയും ഉമ്മയെയും കണ്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പൊ നമ്മളാദ്യം നന്നാവേണ്ടി വരും. മക്കൾ നന്നാവാൻ ആഗ്രഹമുള്ള ആളുകൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ഇതൊന്നും വെറുതെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ അത്ഭുതങ്ങൾ സംഭവിക്കൂല. വീടിൽ നന്മ വെളിയണമെങ്കിൽ അധ്വാനം വേണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണ് വിജയം. അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾ. അഫ്ലഹ, ഫല്ലാഹ്, കർഷകൻ എന്ന പദത്തിൽ നിന്ന് അഫ്ലഹ വരുന്നു. അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾക്കാ വിജയം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഭക്ഷണം കിട്ടാൻ എന്താ വഴി? ഭക്ഷണം കിട്ടാൻ അല്ലാഹു തആല പറഞ്ഞു തന്ന വഴി, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിസ്കരിച്ചാൽ മാത്രം പോരെ, ക്ഷമിക്കണം. 3 ദിവസം ഭക്ഷണം കിട്ടിയില്ല. അപ്പൊ ക്ഷമിക്കാൻ തയ്യാറുള്ള ഒരു പൊന്നുമോൾ അവിടെ ഉണ്ട്, ഒരു മോളുണ്ട് അവിടെ. അവൾ അല്ലാഹു കൈവടിയൂല. വസ്തബിർ അലൈഹാ, ക്ഷമിക്കുന്ന ഒരു പൊന്നുമോളുണ്ട്. ക്ഷമിക്കുന്ന ഒരാളെയും അല്ലാഹു കൈവടിയില്ല. ഈ പെണ്ണ് കൊച്ചുമോൾക്ക് വേണ്ടി അല്ലാഹു കൊടുത്തതാ. ക്ഷമിക്കുന്ന, പടച്ചോനിൽ വിശ്വാസം അർപ്പിച്ച ഒരു പെണ്ണുണ്ട് അവിടെ. അള്ളാഹു ഒഴിവാക്കൂല അവരെ. അള്ളാഹു ഒരാൾ ഏറ്റെടുത്താൽ പിന്നെ ഒരാൾക്ക് അവരെ തകർക്കാൻ പറ്റൂല. അതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞ് നടക്കണ്ട, പടച്ചോനോട് പറയും. വിഷമങ്ങൾ അള്ളാഹിനോട് പറയും. പരിഹരിക്കാൻ പടച്ചോനുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
തഖ്വയുള്ളവർക്കാണ് അന്തിമ വിജയമുള്ളത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോടും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളോടും ഫിർഔനിന്റെ ശല്യത്തിൽ നിന്ന്, ഫിർഔനിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. അവിടെയും ഡിമാൻഡ് പറഞ്ഞത് എന്താ? നിങ്ങൾ നിസ്കരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ പൊടിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് ജുമുഅക്ക് വന്ന ആളുകള് നമ്മുടെ കൊലവേലുന്ന കൊലപാതകം നടക്കുന്ന സ്ഥലം ഒന്നല്ലല്ലോ, കൊളവേല് പള്ളിയില് ജമാഅത്തില് ഇന്ന് ജുമുഅക്ക് ഒരുമിച്ച് കൂടിയ അത്ര ആളുകൾ എല്ലാ സുബഹി നിസ്കാരത്തിനും ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ നമ്മുടെ മുഅ്മിനീങ്ങളുടെ പ്രതാപം നഷ്ടപ്പെടുമായിരുന്നില്ല. ഇന്ന് ജുമുഅക്ക് കൂടിയ ആളുകൾ നാളെ സുബഹി നിസ്കാരത്തിന് കൂടി നോക്കിയേ. എല്ലാ പള്ളികളിലും ജുമുഅക്ക് കൂടുന്ന ആളുകൾ സുബഹി നിസ്കാരത്തിന് കൂടിയാൽ നമ്മൾക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടാവൂല. ബീഫിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടാവൂല, പശുവിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടാവൂല, ഒരു തീവ്രവാദി ആക്ഷേപം നമ്മുടെ പേരിൽ ഉണ്ടാവൂല. നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ്, അതന്നെയാണ്. നമ്മൾ മാറിയപ്പോ നമ്മൾക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾക്ക് മടങ്ങാം. പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്ത് വേണം? കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ പോവുക. എല്ലാവരും പോകണം. അപ്പൊ എന്താകും? നാട്ടിൽ ബർക്കത്തുണ്ടാകും. സമൂഹം മുസ്ലിങ്ങൾ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങും. ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടാതിരുന്ന ഹൈന്ദവ സുഹൃത്തുക്കളില്ലേ? പഴയ കാലത്ത് ഉസ്താദുമാരെ കാണുമ്പോൾ മടക്കി കുത്തൊക്കെ മാറ്റി വെച്ചിരുന്ന ആളുകളില്ലേ? കണ്ണിയത്ത് ഉസ്താദൊക്കെ വരുമ്പോ വലിയ വലിയ RSSകാര് വരെ ബഹുമാനിച്ചിരുന്ന, കണ്ണിയത്ത് ഉസ്താദിന്റെ മയ്യത്ത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ അവിടെയുള്ള വാഴക്കാടുള്ള RSSകാരാണ് നാരങ്ങ വെള്ളം കൊടുത്തതെന്ന മയ്യത്ത് കാണാൻ വന്നവർക്ക്. എന്തേ ഇവിടെ നന്നായ ബഹുമാനിക്കാൻ ആളുണ്ടാകും. നമ്മൾ മോശമാകുമ്പോഴാണ് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് തെറിയും ആക്ഷേപവും കേൾക്കേണ്ടി വരുന്നത്. പിഴവ് നമ്മളുടേതാണ്, കുഴപ്പം നമ്മുടേതാണ്. നമ്മൾ നന്നാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഫിർഔനിന്റെ ശല്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് എണീറ്റിക്കല്ലേ നമുക്ക്? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അങ്ങാടകര് വെള്ളമൊന്നും വെച്ചിട്ടില്ല. ഉണ്ടാ വരുന്നുണ്ടല്ലേ? മാഷാ അല്ലാഹ്. വെള്ളമൊക്കെ കുടുക്കി. ചിരണൊക്കെ ഇല്ലേ? വെള്ളം ചീരണൊക്കെ വാങ്ങി ഒന്നിരായ നമ്മുടെ നജുമുദ്ദീൻ തങ്ങൾ വരുന്നുണ്ട്. എവിടെ പോയാലും മൂപ്പരുണ്ടാവും ദുആ ചെയ്യാൻ. അവസാനമാണെങ്കിൽ പരിപാടി കഴിയുമ്പോൾ മൂപ്പരുത്തും, പിന്നെ മൂപ്പര് ദുആ ചെയ്യും. ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. തങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും ഇൻഷാ അല്ലാഹ്. തങ്ങൾ രാവിലെ വരെ കയറിയില്ലെങ്കിൽ നിർത്തൂല. അങ്ങനെയാണ്, തങ്ങൾ കയറിയില്ലെങ്കിൽ നിർത്തുന്ന പരിപാടിയില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. ഫിർഔനിനെയും സമൂഹത്തെയും ആ ചെങ്കടലിൽ നശിപ്പിക്കാം ഞാൻ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. വഅൗഹൈനാ ഇലാ മൂസാ വഅഖി. ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും മൂസാ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു സന്ദേശമിറക്കി വഹയ നൽകി. എന്ത്? നിങ്ങൾ മിസ്റിലേക്ക് കടന്നു പോകണം. വജഅലൂ ബുയൂതകും ഖിബ്ല. നിങ്ങളുടെ വീടിനെ ഖിബ്ലയായി നിങ്ങൾ കാണുകയും വഅഖീമുസ്സലാ. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ ഫിർഔനെയും സമൂഹത്തെയും ഞാൻ നശിപ്പിച്ചു തരാമെന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം. നിസ്കരിച്ചപ്പോ ഫിർഔനെയും സമൂഹത്തിനെയും എല്ലാത്തിനെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു.
അപ്പൊ എല്ലാത്തിനും പരിഹാരം എന്താ? നമ്മൾ നിസ്കരിക്കുക. നിസ്കാരക്കാരായ പരിഹാരമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കാ മണലാരുണ്യത്തിലേക്ക് പിഞ്ചു പൈതലിനെയും കൂട്ടി കടന്നു പോവുകയാണ്. ആലോചിക്കണം സഹോദരിമാരെ, ആലോചിക്കണം. മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് കാലം അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്തു. 100ാമത്തെ വയസ്സിലാണ് ഒരു പെണ്ണിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുട്ടിയുണ്ടാവുന്നത്, ഇസ്മായിൽ എന്ന കൊച്ചുമോൻ. പക്ഷേ ആ സന്തോഷം നീണ്ടു നിന്നില്ല. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ജീവിച്ച ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി എന്താ ചെയ്തത്? വാളും വടിയെടുത്തിട്ട് യുദ്ധത്തിന് പോയോ? ഇന്ന് തീവ്രവാദത്തിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം നബി ചെയ്തത് എന്താ? വാളും വടിയെടുത്തിട്ട് യുദ്ധത്തിന് പോയതല്ല. ഇബ്രാഹിം നബി ചെയ്തത് അവിടെ തീക്കുണ്ടാരം ഉണ്ടാക്കിയപ്പോ ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടിയതാണ്. ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആള് കാത്തിരുന്നപ്പോ തലവെച്ചു കൊടുത്ത് നിങ്ങൾ കൊന്നോളൂ, അങ്ങനെ ചെയ്തതല്ലാതെ വാളും പരിചയമായിട്ട് തിരിച്ച് യുദ്ധത്തിന് പോയിട്ടില്ല. ربي ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. അല്ലാഹുവേ, വന്ദരായ നമ്മുടെ ആദരണീയനായ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ തങ്ങൾ വന്നു. നിർത്താനുള്ള സമയമായി. ഒരു 10 മിനിറ്റ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കൊച്ചുമോനെയും തന്റെ ഭാര്യയെയും കൊണ്ട് മക്കാ മണലാരുണ്യത്തിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് കഅബ എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ മഹതിയായ ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ വെച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, എങ്ങോട്ടാ ശ്രദ്ധിക്കണേ. നമ്മുടെ നേരത്തെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയം ഇവിടേക്കൊന്ന് നിങ്ങൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കുക. അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ്, അവിടെ വെച്ചിട്ട് പോവാണ്. അവിടെ ഭക്ഷണം ഉണ്ടോ? ഇല്ല. അവിടെ മൃഗങ്ങളുണ്ടോ? ഇല്ല. വെള്ളമില്ല, പിന്നെ മരങ്ങളില്ല, ആൾപ്പാർപ്പില്ല, വീടില്ല, ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മണൽത്തരികളുള്ള മരുഭൂമിയിൽ ഹാജർ ബീവിയെയും ഇസ്മായിൽ എന്ന കൊച്ചുമോനെയും അവിടെ വെച്ചിട്ട് വരിക. ഭാര്യ ചോദിച്ചു, എങ്ങോട്ടാണ് ഈ പോകുന്നത്? വർഷങ്ങളായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതിന് ശേഷമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചത്. എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടോ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ പോകുന്നത്? തലയാട്ടി, അതെ, അല്ലാഹു പറഞ്ഞതാണ്. എന്നാൽ എനിക്ക് കുഴപ്പമില്ല പെണ്ണെ. സഹോദരിമാരെ, തല കൊടുത്ത് ആലോചിക്കണം ഈ വിഷയം. എന്താണ് ഈ പെണ്ണ് ഇവിടെ പറയുന്നത്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മനക്കരുത്തെന്താ? ഒരു മകനുണ്ട്, ഹാജർ ബീവിയുണ്ട്, വേറെ ഒരാളില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. തന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോവാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ തീരുമാനമാണോ ഇത്? അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ തീരുമാനമാണോ? എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഹാജർ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കുഞ്ഞുമോൻ അവിടെ നിൽക്കുകയാണ്, പിഞ്ചു പൈതൽ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് ദൂരം നടന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടൊരു ദുആ ചെയ്യുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി. എന്റെ ഭാര്യയെയും എന്റെ മകനെയും ഞാൻ അവിടെ പാർപ്പിക്കാനുള്ള കാരണം ഒഴിവാക്കി പോന്നതല്ല, ഞാൻ അവിടെ താമസിപ്പിക്കാനുള്ള കാരണം ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ഞാൻ എന്റെ ഭാര്യയെയും എന്റെ കൊച്ചുമോനെയും താമസിപ്പിക്കാനുള്ള കാരണം റബ്ബനാ
അവർ നിസ്കരിക്കാൻ വേണ്ടിയാണ്, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഉപേക്ഷിക്കുന്നതല്ല, ഞാനവിടെ താമസിപ്പിച്ചത്. അള്ളാഹുവിനോട് ദുആ ചെയ്യാ, പഠിച്ചോനെ ഞാനവിടെ താമസിപ്പിച്ചു വന്നത് എന്തിനാ? അവർ നിസ്കാരം നിലനിർത്താനാണ്. എവിടെ നോക്കിയാലും നിസ്കാരം നിലനിർത്തുന്ന വിഷയമേ ഇവിടെ ചർച്ചയുള്ളൂ. അതുകൊണ്ട് റബ്ബേ ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ജനങ്ങൾക്ക് ആ ഒരു മേഖലയോട് താല്പര്യമുണ്ടാക്കണേ അല്ലാഹ്. എവിടെ? കഅബ, മക്ക, ഹറം, അവിടെ ജനങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാക്കണേ. മൂന്നാറിലേക്ക് പോയ ആളുകളുണ്ടോ അവിടെ? അല്ലേ? മൂന്നാറിലേക്ക് പോയ ആളില്ലേ? ഊട്ടി പോയ ആളുകളില്ലേ? കുളുമണാലിയും ഷിംലയും ഒക്കെ പോയ ആളില്ലേ? താജ്മഹൽ കണ്ട ആളുകളില്ലേ? പക്ഷേ അവിടെയുള്ള പ്രകൃതിയുടെ രമണീയത ഉണ്ടോ? ഇവിടെ മക്കത്തുണ്ടോ? മനോഹരമായ പ്രകൃതിയുണ്ടോ? മനോഹരമായ ഫുജൈറയും ജുമൈറയും ഒക്കെ അവിടെ ഉണ്ടോ? കുന്ന് മഞ്ഞ് പെയ്യുന്ന മലക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. എന്താ അവിടെ ഉള്ളത്? വലിയ വലിയ പാറക്കെട്ടുകള്, ശക്തമായ ചൂടുള്ള മണൽത്തരികള്, സൂര്യൻ കത്തിജ്വലിക്കുന്നുണ്ട്. അവിടെ മരങ്ങളില്ല, പുഴയില്ല, അരുവിയില്ല. മനോഹരമായി മന്ദമാരുതൻ അല്ലെങ്കിൽ മന്ദസ്മിതം തൂക്കി കടന്നു പോകുന്ന പുഴയുടെ ഓളങ്ങൾ ഇവിടെ ഇല്ല. അവിടെ ഒന്നുമില്ല. പക്ഷെ ആളുകൾക്ക് അവിടെ പോവാൻ വല്ലാത്ത താല്പര്യമാണ്, അല്ലെ? എന്താ നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹം? എനിക്ക് ഉസ്താദ് ഒന്ന് ഹജ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഉംറ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണം. ജനങ്ങൾക്കൊക്കെ അവിടെ പോകാൻ വല്ലാത്ത താല്പര്യം. എന്തേ? ധാര ദുആ ചെയ്തത് ഇബ്രാഹിം നബി ദുആ ചെയ്യാ, വജഅൽ അഫ്ഇദതൻ നാസി തഹ്വീ ഇലൈഹിം, ജനങ്ങൾക്ക് അവിടെ എത്താൻ ഒരു താല്പര്യം ഉണ്ടാക്കണം. അപ്പൊ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്ക് എങ്ങനെങ്കിലും അവിടെ എത്തിപ്പെടണം എന്ന് താല്പര്യം. അതുകൊണ്ടാണ് വീൽ ചെയറിലൊക്കെ നടക്കാനും ഇരിക്കാനും കഴിയാത്തവൻ വീൽ ചെയറിലൊക്കെ പോയിട്ട് തവാഫ് ചെയ്യുന്നത്. വെറുതെ അല്ല. അത് മാത്രമോ, തങ്ങൾ ഇരുത്തി ഇവിടെ എനിക്ക് പറയാൻ വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ കുറച്ച് വൈകിട്ട് കൊണ്ടുവന്നാൽ മതി. പക്ഷെ നേരത്തെ കൊണ്ടുവന്നു. ഭക്ഷണം, ഫലങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ്, അതവർക്ക് വൈവിധ്യമാർന്ന ഫ്രൂട്ട്സ് കൊടുക്കണം. മക്കത്ത് കിട്ടാത്ത ഫ്രൂട്ട്സും ഇല്ല ഇന്ന്. ഇത് ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണ്. ഏതായാലും ഞാൻ നിർത്താൻ പോവാണ്. ഒരു വിഷയം ശ്രദ്ധിക്കുക. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ദക്കറ സ്വലാത്ത്, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ ഹാഫള അലൈഹ, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾ, കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാഹത്തൻ യൗമൽ ഖിയാമ, നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. നൂർ ബുർഹാനൻ, ഒരു ഗൗരവം, ഒരു വലിയ വലിയ പണ്ഡിതന്മാർ, കാളമ്പാടി ഉസ്താദിന്റെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ, ഉസ്താദിന്റെ, ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ ഒരു മുഖം കാണുമ്പോൾ ഒരു ഈമാൻ, എന്തേ ആ ഒരു പ്രകാശം എങ്ങനെ കിട്ടുന്നത്? അത് നിസ്കരിക്കുമ്പോഴുള്ള കിട്ടുന്ന പ്രകാശമാണ്. കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. ഇനി നിസ്കരിക്കാത്ത ആളാണോ? അവരോ കൃത്യമായി നിസ്കാരം നിലനിർത്താത്ത ആൾ ഖാറൂനിന്റെ കൂടെയാണ് നാളെ, ഫിർഔനിന്റെ കൂടെയാണ്, ഹാമാനിന്റെ കൂടെയാണ്, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ശഗലഹു അനി സ്വലാത്തി മുൽക്കു, നിസ്കരിക്കാൻ സമയം കിട്ടാതിരിക്കാനുള്ള കാരണം പള്ളിയുടെ പ്രസിഡന്റ് ആയതാണ്, നാട്ടിന്റെ MLA ആയതാണ്, മന്ത്രിയായതാണ്, പ്രധാനമന്ത്രി ആയതാണ്, രാഷ്ട്രീയ സംഘടന നേതാക്കളായതുകൊണ്ട് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല. ഈ കാരണത്താൽ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ ഹുശിറ മഅ ഫിർഔൻ, അവനെ ഫിർഔന്റെ കൂട്ടത്തിലാണ് അല്ലാഹു നാളെ പെടുത്തുന്നത്. മനസ്സിലായോ? ബാഫഖിത്തങ്ങൾ ഒരു സമൂഹത്തെ ഒന്നടങ്കം നയിച്ച ആളാ. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു മതസംഘടനയെയും വരച്ച വരയിൽ നിർത്തി ആളുകളുടെ വല്ലാതെ താല്പര്യത്തോടെയും ബഹുമാനത്തോടെയും സമൂഹത്തെ കൊണ്ടു നടന്ന ആളാ ബാഫഖിത്തങ്ങൾ. പക്ഷേ എന്തായിരുന്നു ആ അംബാസഡറിൽ ഉണ്ടായിരുന്നത്? ഒരു മുസ്ഹഫ്, ഒരു കഫമൂട. അംബാസഡറിൽ കൊണ്ടു നടന്നത് ഒരു മുസ്ഹഫ്, ഒരു കഫമൂട. നേതാവാണ്, ലീഗിന്റെ വലിയ നേതാവാണ്. ബാഫഖിത്തങ്ങളാണ് ഇവിടെ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നീണ്ടുകിടക്കുന്ന 10,000-കണക്കിന് മദ്രസകൾ ആരാണ് തുടക്കം കുറിച്ചത്? മഹാനായ ബാഫഖിത്തങ്ങൾ. നടന്ന് പിരിവെടുത്തിട്ടാണ് സ്ഥാപന മദ്രസ തുടക്കം കുറിച്ചത്. ഇന്ന് ചെല്ലുന്ന 3 സ്വലാത്തുകൾ ലക്ഷക്കണക്കിന് സ്വലാത്തായിട്ട് എത്തുന്നത് ബാഫഖിത്തങ്ങളുടെ ഖബറിടത്തിലേക്കാണ്. ആ ബാഫഖിത്തങ്ങൾക്ക് അധികാരമോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമായിട്ടില്ല. ഖുർആനും കഫമുടയും എവിടെ കൊണ്ട് നടന്നു? കാറിൽ കൊണ്ട് നടന്നു മഹാനായ ബാഫഖിത്തങ്ങൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
മഹാനായ CH ഹൈദുറസ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഒരിക്കലെ ബസ് എന്തോ കേടായപ്പോൾ ആളുകളൊന്നും കാണുന്നില്ല, മൂപ്പരെ കാണുന്നില്ല. ആളുകൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയത്, പക്ഷേ CH ഹൈദുറസ് മുസ്ലിയാരെ കാണുന്നില്ല. അദ്ദേഹത്തെ നോക്കിയപ്പോ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതാ. അല്ലാഹു അക്ബർ. ഇങ്ങനെയാണ് മഹാന്മാർ ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെ ആഖിറത്തിൽ ഉപകരിക്കും. പക്ഷേ അധികാരം ഒരാളുടെ നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമായാൽ ഫിർഔനിന്റെ കൂടെ അല്ലാഹു നാളെ ഒരുമിച്ച് കൂട്ടും. വമൻ ശഗലഹു അൻഹാ മാലുഹു, സമ്പത്താണ് ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെടാൻ കാരണം. ജോലി, ബിസിനസ്, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി. അപ്പൊ അതിന്റെ ഇടയിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ പൊന്നു ചെറുപ്പക്കാരാ, ബിസിനസ് സാമ്രാജ്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ഉത്തുംഗതയിൽ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ. സമ്പത്താണ് നിങ്ങളെ നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമെങ്കിൽ ഖാറൂനിന്റെ കൂടെയാണ് നാളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അവന്റെ സ്ഥാനമാനങ്ങളാണ് നിസ്കാരത്തിൽ നിന്ന് അവനെ തടയുന്നതെങ്കിൽ ഹാമാനിന്റെ കൂടെ. ഒരാളുടെ കച്ചവടമാണ്, നേരത്തെ പറഞ്ഞത് സമ്പത്താണ്, ഇവിടെ പറഞ്ഞത് ബിസിനസ് ആണ്, കച്ചവടമാണ്. നിസ്കരിക്കാൻ കഴിയാതിരിക്കാനും ഖളാവാനുള്ള കാരണമെങ്കിൽ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ് നാളെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ. സ്വർഗീയ ലോകത്ത് അവരോട് ചോദിക്കുകയാണ്, കുറ്റവാളികളായ നരകക്കാരായ ആളുകളോട്, സഹോദരങ്ങളെ, ചെറുപ്പക്കാരികളെ, നിസ്കാരം വെറുതെ അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വിഷയം ശ്രദ്ധിക്കണേ. എന്താണ് അല്ലാഹു പറയുന്നത്? സൂറത്തുൽ മുദ്ദസിറിൽ അല്ലാഹു പറയുന്ന വാക്കുകൾ എന്താണ്? ഫീ ജന്നാതി യതസാഅലൂൻ. സ്വർഗീയ സുഖങ്ങളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ നേതാക്കളൊക്കെ നരകത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളോട്, നരകത്തിന്റെ യാതന സഹിക്കുന്ന ആളുകളോട്, നരകത്തിന്റെ തീജ്വാലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, മാ സലഖകും ഫീ സഖർ. എങ്ങനെയാണ് നിങ്ങൾ നരകത്തിലേക്ക് എത്താൻ കാരണം? എന്തേ അല്ലാഹു നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയത്? ഒരുപാട് വാളൊക്കെ പറഞ്ഞ ആളാണല്ലോ, അല്ലെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, നാടിന്റെ പ്രമാണിയായിരുന്നല്ലോ, നാട്ടിലെ MLA ആയിരുന്നല്ലോ, ഉസ്താദായിരുന്നല്ലോ, അല്ലെങ്കിൽ മുതലാളിയായിരുന്നല്ലോ, പാവപ്പെട്ടവനായിരുന്നല്ലോ, മുക്രിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരകക്കാരായ ആളുകളോട് സ്വർഗ്ഗക്കാർ ചോദിക്കുകയാണ്, മാ സലഖകും ഫീ സഖർ. എന്തേ നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അവരെടുത്ത വായക്ക് കൊടുക്കുന്ന മറുപടി, അവർ പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ. നിസ്കാരം നിലനിർത്തുന്നവരായില്ല, കൃത്യമായി നിസ്കരിക്കുന്ന ആളായില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ നിസ്കരിച്ചില്ല, അനാവശ്യമായി സമയമുണ്ടായിട്ട് കാരണങ്ങളില്ലാതെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ആളായിരുന്നു ഞാൻ. ലം നകു മിനൽ മുസല്ലീൻ. ഞാൻ നിസ്കരിക്കുന്ന ആളായില്ല, നിസ്കാരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് കടന്നതെന്നാണ് നരകവാസികൾ അവരോട് ആദ്യമായി പറയുന്ന മറുപടി. രണ്ടാമത്തേത്, വലം നകു നുത്ഇമുൽ മിസ്കീൻ. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിയില്ല. എല്ലാവരും കളിച്ചു നടക്കുമ്പോ, എല്ലാവരും ചിരിച്ചു നടക്കുമ്പോ ഞാനും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. നന്നാവാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് പെട്ടുപോയത് എന്ന് നരകവാസികൾ മറുപടി പറയുമെന്ന് പരിശുദ്ധ സൂറത്തുൽ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഒരു നിസ്കാരം പോലും ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത് നിന്ന് കാരണം കൂടാതെ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നും ഒന്ന് ആത്മപ്രതിജ്ഞ ഈ ഒരു സമയത്തെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.